ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ആളുകൾ ഉന്നയിക്കുന്ന ഏറ്റവും വലിയൊരു ആരോപണം എന്താണ് ഇത് ഷബീർ അലി എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് സ്കോളറാണ്. ഈ നായിക്കുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഭേദമാണ് എന്ന് പൊതുവിൽ പറയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ ഷബീർ അലി. അദ്ദേഹത്തിന് കുറേ ഡിബേറ്റുകളൊക്കെ ഉണ്ട്. മതവാദമാണെങ്കിലും അദ്ദേഹം അത് മര്യാദയ്ക്ക് പറയാറുണ്ട്. ഇദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഇൻ്റർവ്യൂ അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടിയിൽ പറയുന്നുണ്ട്, ഈ ഇസ്ലാമോഫോബിയ എന്ന് നമ്മൾ പറയുമ്പോൾ എല്ലാ മുസ്ലിങ്ങളും അങ്ങനെ ഇതായിട്ട് പെരുമാറില്ല, ബോംബ് പൊട്ടിക്കുന്നില്ല, എല്ലാവരും അത് ചെയ്യുന്നില്ല, വളരെ ന്യൂനപക്ഷം ആൾക്കാരെ ചെയ്യുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഈ ഇസ്ലാമോഫോബുകൾ ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് തക്കിയ എന്ന് പറയണം. തക്കിയ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു ഡിസുമിലേഷനാണ്. തക്കയുടെ ഒരു ഷിയ കൺസെപ്റ്റാണ്. ഇദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട്, ഇസ്ലാമോഫോബുകൾ നമുക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണമാണ്. ഇസ്ലാമിസ്റ്റുകൾ എന്തെങ്കിലും ഒരു അക്രമരഹിതമായ നിലപാടെടുത്തു കഴിഞ്ഞാൽ അതിനെ ഉടനെ പറയും, നോക്കൂ അവർ തക്കിയാണ്, ഡിസീവ് ചെയ്യാണ്, ചതിയാണ്, ഇവരുടെ രൂപം മാറും, ഇവരുടെ ഭാവം മാറും എന്ന് ആരോപിക്കാറുണ്ട് നമുക്കെതിരെ. ഈ ചോദ്യം ഈ സ്ത്രീയെ കൊണ്ടാണ് ചോദിപ്പിക്കുന്നത്. എന്നിട്ട് ഉത്തരം ഇദ്ദേഹം പറയുന്നുണ്ട്. ഇദ്ദേഹം പറയുന്ന ഇതാണ്, തക്കിയ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഷിയ കോൺസെപ്റ്റാണ്. റെക്കമെൻഡഡ് ഷിയ ടു ആക്ട് വിത്ത് പ്രൂഡൻസ് അഗേൻസ്റ്റ് ദ മെജോറിറ്റി സുന്നീസ്. ചില സമൂഹങ്ങളിൽ സുന്നികൾക്കായിരിക്കും ഭൂരിപക്ഷം, അവിടെ ഷിയകൾ കുറവായിരിക്കും. അപ്പോൾ സുന്നികൾ ചിലപ്പോൾ അവരെ ഒപ്രസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആ ഒപ്രസിനെ തടുക്കാനായിട്ട് ചത്ത പോലെ കിടക്കുക, വിശ്വാസമൊന്നും അധികം ഞൊളയ്ക്കാതിരിക്കുക എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുക. ഇതിനാണ് തക്കിയ എന്ന് പറയുന്നത്. അത് ഷിയ കോൺസെപ്റ്റാണ് എന്ന് ഇദ്ദേഹം പറയുന്നു. അപ്പോൾ പകുതി ഭാരം ഒഴിച്ചു, കാരണം ഷിയ കോൺസെപ്റ്റാണ്. പിന്നെ ഇദ്ദേഹം പറയുന്നുണ്ട്, അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട്, ചോദ്യമെല്ലാം ഇദ്ദേഹം തന്നെ ഫ്രെയിം ചെയ്താകണം, കാരണം ഇതിനെതിരെയുള്ള ചോദ്യങ്ങൾക്കെതിരെ നല്ലതാണ്, ഡയലോഗിൽ അങ്ങനെ നല്ലത് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആളുകൾ ചോദിക്കുന്നു, ഖുറാൻ 3:28 പറയുന്നുണ്ട്, ഇറ്റ്സ് ട്രൂ ദാറ്റ് മുസ്ലിംസ് ആർ അഡ്വൈസ്ഡ് നോട്ട് ടു മേക്ക് ഫ്രണ്ട്സ് വിത്ത് നോൺ മുസ്ലിം ബട്ട് ഇറ്റ്സ് എ വാർ റിലേറ്റഡ് ആയത്. അപ്പോൾ അവർ ചോദിക്കും, 3:28 പറയുന്നുണ്ടല്ലോ മുസ്ലിങ്ങൾ മറ്റ് പ്രത്യേകിച്ചും ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒന്നും ആയിട്ട് സുഹൃത്തുക്കളായി പോലും സ്വീകരിക്കാൻ പാടില്ല, അവരോട് രൗദ്രത കാണിക്കണം, അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ടല്ലോ. ആ ചോദ്യം ഉയർത്തിയിട്ട് പുള്ളിയാണ് മറുപടി പറയുന്നു, അത് ഒരു വാർ റിലേറ്റഡ് ആയത്താണ്, അത് യുദ്ധ സാഹചര്യത്തിൽ വന്ന ഒരു പാട്ട വ്യാഖ്യാനം, സ്ഥിരം നമ്മൾ കേട്ട് മടുത്ത ഒരു സാധനം. മൂന്നാമത് അദ്ദേഹം പറയുന്നു, അപ്പോൾ അവർ വീണ്ടും ചോദിക്കും, മുഹമ്മദ് അപ്രൂവ്ഡ് ഓഫ് ഡിസെപ്ഷൻ, മുഹമ്മദ് തന്നെ യുദ്ധത്തിൽ ചതിയാകാം എന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് അവർ ചോദിക്കും. അതിനുത്തരം എന്താണ്? യുദ്ധം തന്നെ ചതിയല്ലേ എന്നുള്ളതാണ്. യുദ്ധത്തിൽ ചതി പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല. അപ്പോൾ അവർ വീണ്ടും ചോദിക്കും, കള്ളം പറയുന്നത് ശരിയാണോ? അന്നേരം പറയും. അപ്പോൾ അതിന് മറുപടി പറയണം, ഈ കള്ളം പറയുന്നത് ചില സവിശേഷ സാഹചര്യങ്ങളിലെ കള്ളം മാത്രമാണ്, വിശ്വാസം ഉണ്ടെങ്കിലും വിശ്വാസമില്ലാതെ അഭിനയിക്കുക, ചത്ത പോലെ കിടക്കുക, ഇതൊക്കെ അങ്ങനെയാണ്. ഇസ്ലാം ഇൻ ജനറൽ പൊതുവായി കള്ളത്തെ നിരോധിച്ചിട്ടുള്ളതാണ്, നുണ പറയുന്നതിനെ നിരോധിച്ചിട്ടുള്ളതാണ് ഇസ്ലാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ചില കാര്യങ്ങളിൽ അങ്ങനെ ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അറിയാതെ ചോദിക്കുന്നൊരു ചോദ്യം, ഇസ്ലാം പൊതുവായി നുണ നിരോധിച്ചു, നുണ നിരോധിച്ചാൽ പിന്നെ ഇസ്ലാം ഉണ്ടോ? അത് മൊത്തമായിക്കോട്ടെ ചില്ലറ ആയിക്കോട്ടെ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനമാണ്. അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം നമ്മൾ അതിലൂടെ അടുത്തതിലേക്ക് വരിക. ചതി പാടില്ല, നുണ പാടില്ല, അത് യുദ്ധത്തിലാണ് എന്നൊക്കെ പറയുന്ന ഈ ഇസ്ലാമോഫോബിയ വിരുദ്ധ വിശദീകരണത്തിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഞാൻ സക്കീർ നായിക്കിൻ്റെ ഒരു സംബന്ധിച്ചുള്ള വാർത്ത. അദ്ദേഹം പറയുന്നത്, ഈ മുസ്ലിം ഇതര സമൂഹത്തിലുള്ളവർ മുസ്ലിം രാജ്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ ഒരു കാറ്റലോഗ് ഓഫ് ഡീറ്റെയിൽസ്, ഐഡൻറ്റിറ്റി, പേര്, വയസ്സ്, പ്രായം, സ്കിൻ കളറൊക്കെ ഉള്ള ഒരു ഡേറ്റ മെയിൻറ്റെയിൻ ചെയ്യണം. ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് അവരറിയരുത്. എന്നിട്ട് അവർ വിമാനത്താവളത്തിൽ ചെന്നിറങ്ങുമ്പോൾ നൈസ് ടു മീറ്റ് യു എന്ന് പറഞ്ഞ് അവരെ പിടിച്ചുകൊണ്ട് പോയി പിന്നെ XYZ അങ്ങനെ ചെയ്യണമെന്ന് വീഡിയോ കിടപ്പുണ്ട്, യൂട്യൂബിൽ കിടപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞാണ്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് നേരിട്ട് അറിയാമെങ്കിൽ, ഇപ്പം ഞാനിപ്പോൾ ഇവിടെ നടന്നൊരു പ്രഭാഷണം സക്കീർ നായിക്കിന് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ, സപ്പോസ് എന്ത് സംഭവിക്കാമല്ലോ, ഞാൻ പോലും അറിയാതെ ഞാൻ UAE എസൻസ് മീറ്റിന് പോവുകയാണ്. അവിടെ ചെന്നിറങ്ങുമ്പോൾ, ഹലോ രവിചന്ദ്രൻ സി ആണ് എന്നാണ് ഞാൻ വിചാരിക്കും സെൽഫി എടുക്കാനാണ്. ആവില്ല, നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കിത് അറിയില്ലല്ലോ. അതാണ്, നിങ്ങൾ അറിയരുത്, നിങ്ങൾ അറിഞ്ഞാൽ ഞങ്ങളിവിടെ വരുമോ? മനസ്സിലായി? ഇസ്ലാം പൊതുവായി നുണ നിരോധിച്ചിട്ടുള്ളതാണ് എന്നുള്ളതാണ് അതിനകത്ത്. ഇതൊക്കെ നടന്ന സംഭവമാണ്.